അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കപ്പലുകൾ ആക്രമിച്ചെന്ന് അവകാശപ്പെട്ട യമനിലെ ഹൂത്തി തീവ്രവാദികൾ 2 അമേരിക്കൻ കപ്പലുകളും 1 ഇസ്രായേൽ കപ്പലുമാണ് ആക്രമിച്ചതെന്ന് ഹൂത്തി വക്താവ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഗാസയിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹമാസ് തീവ്രവാദികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞ നവംബർ മുതൽ ചെങ്കടൽ മേഖലയിൽ ഹൂത്തി തീവ്രവാദികൾ വിവിധ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിവരികയാണ്. ഏദൻ ഉൾക്കടലിൽ അമേരിക്കൻ കപ്പലായ മേഴ്സക് യോർക്ക് ടൗണിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇസ്രായേലി കപ്പൽ MSC വേരാക്രൂസിനെയും ലക്ഷ്യമിട്ടതായി ഹൂത്തി വക്താവ് യഹ്യ സാരിയ അവകാശപ്പെടുന്നു. ചെങ്കടലിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും കപ്പൽ പാതകളിലെ ആക്രമണം തുടരുമെന്നും ഹൂത്തികൾ വെല്ലുവിളിക്കുന്നു. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഹമാസ് തീവ്രവാദികൾക്കുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായാണ് ഇസ്രായേൽ അമേരിക്ക കപ്പലുകൾക്കെതിരെയുള്ള ആക്രമണമെന്ന് ഹൂത്തികൾ വ്യക്തമാക്കുന്നു. ആഫ്രിക്കൻ രാജ്യമായ ജിബൂട്ടിയിൽ നിന്ന് ഏകദേശം 72 നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായാണ് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നത്. കപ്പലാക്രമണത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്ന് ബ്രിട്ടീഷ് സമുദ്ര സുരക്ഷാ സ്ഥാപനമായ ആംബ്രെ വ്യക്തമാക്കുന്നു. അതേസമയം ഹൂത്തി ആക്രമണം സുയസ് കനാൽ വഴിയുള്ള ആഗോള ഷിപ്പിങ്ങിനെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദൈർഘ്യമേറിയതും ചിലവേറിയതുമായ യാത്രകളിലേക്ക് തിരിച്ചു പോകുവാൻ കപ്പലുകൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഹൂത്തി ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.